നമസ്കാരം. ഡോക്ടർ കെമിസ്ട്രി എന്ന എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനലിൽ ഞാൻ ബേസിക് കെമിസ്ട്രി ടോപ്പിക്സും അഡ്വാൻസ്ഡ് കെമിസ്ട്രി ടോപ്പിക്സും സെപ്പറേറ്റ് ആയി അപ്ലോഡ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. ആദ്യം നമുക്ക് കുറച്ച് ബേസിക് ടോപ്പിക്സ് നോക്കാം. അത് കഴിഞ്ഞ് അഡ്വാൻസ്ഡ് ടോപ്പിക്സിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ കെമിസ്ട്രിയിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പീരിയോഡിക് ടേബിളിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് പീരിയോഡിക് ടേബിളിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച്. പീരിയോഡിക് ടേബിൾ ഇല്ലാതെ നമുക്ക് കെമിസ്ട്രിയിൽ ഒരു പാർട്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ പറയാം, അല്ലേ? അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പീരിയോഡിക് ടേബിളിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യകാലത്ത് സയൻറ്റിസ്റ്റ് ഓരോ ഇലമെൻറ്റിൻ്റെയും പ്രോപ്പർട്ടീസ് സെപ്പറേറ്റ് ആയിട്ടാണ് സ്റ്റഡി ചെയ്തിരുന്നത്. കാരണം അന്ന് അധികം ഇലമെൻറ്റ്സ് ഒന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഓരോ ഇലമെൻറ്റിൻ്റെയും പ്രോപ്പർട്ടീസ് സെപ്പറേറ്റ് ആയി സ്റ്റഡി ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ in 18th and 19th centuries, many new elements were discovered. Then it became difficult for them to study the properties of each element individually. അപ്പോൾ ഓരോ ഇലമെൻറ്റിൻ്റെയും പ്രോപ്പർട്ടീസ് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റഡി ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടുകൾ നേരിട്ടു. ഇത് എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് ആലോചിച്ചപ്പോഴാണ് അവർ ഒരു കാര്യം മനസ്സിലാക്കിയത്. അതായത് സം എലമെൻറ്റ്സ് were found to have numerous similar properties. ചില എലമെൻറ്റ്സിന് മറ്റു ചില എലമെൻറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസിനോട് സിമിലാരിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ചില എലമെൻറ്റ്സ് മറ്റു ചില എലമെൻറ്റ്സിൽ നിന്നും എൻറ്റയർലി ഡിഫറൻറ്റുമാണ്. അതായത് ചില എലമെൻറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസ് മറ്റു ചില എലമെൻറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസിൽ നിന്നും എൻറ്റയർലി ഡിഫറൻറ്റുമാണ്. ഈ ഒരു കാര്യം മനസ്സിലാക്കിയപ്പോൾ they had realized that it would be much easier to study the properties of these elements in groups or families instead of studying them individually. അതായത് ഓരോ എലമെൻറ്റിൻ്റെയും പ്രോപ്പർട്ടീസ് സെപ്പറേറ്റ് ആയി സ്റ്റഡി ചെയ്യുന്നതിലും എളുപ്പം ഒരുപോലത്തെ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന എലമെൻറ്റ്സിനെ ഗ്രൂപ്പ് ചെയ്ത് അവയുടെ പ്രോപ്പർട്ടീസ് ഒരുമിച്ച് സ്റ്റഡി ചെയ്യുന്നതാണ്, അല്ലേ? അതുകൊണ്ട് തന്നെ they tried several attempts to classify these elements. നമുക്കത് എന്തൊക്കെയാണെന്ന് ഓരോന്നായി നോക്കാം. ആദ്യത്തെ അറ്റംപ്റ്റ് ലവോസിയറുടേതായിരുന്നു. അത് കഴിഞ്ഞ് ഡൊബറൈനറിൻ്റെ ട്രയാഡ്സ് വന്നു. അതിനുശേഷം ന്യൂലാൻഡ്സിൻ്റെ ലോ ഓഫ് ഒക്ടേവ്സ് വന്നു. അത് കഴിഞ്ഞ് ലോതർമേയറുടെ അറ്റോമിക് വോള്യൂം കർവ് വന്നു. ലോതർമേയറുടെയും മെൻഡലീവ്സിൻ്റെയും കോൺട്രിബ്യൂഷൻസ് ഏകദേശം ഒരേ സമയത്തായിരുന്നു. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി ലോതർമേയറുടെ വർക്ക് പബ്ലിഷ് ചെയ്യപ്പെട്ടത് 1870-ലായിരുന്നു. മെൻഡലീവ്സിൻ്റെ വർക്ക് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് ഒരു വർഷത്തിന് ശേഷം. അതുകൊണ്ട് മെൻഡലീവ്സിൻ്റെ പേരിലാണ് ഈ പീരിയോഡിക് ടേബിൾ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ വർക്ക് പബ്ലിഷ് ചെയ്യപ്പെട്ടത് 1869-ലായിരുന്നു. മെൻഡലീവ്സിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ ഒരു നവീകരിച്ച രൂപമാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന മോഡേൺ പീരിയോഡിക് ടേബിൾ. And it was done by Henry Moseley in 1930. The first and foremost attempt was by Lavoisier. He classified elements into metals and non-metals because the concept of metalloids was still non-existent at that time. അതായത് ലവോസിയർ എലമെൻസിനെ മെറ്റൽസും നോൺ മെറ്റൽസും മാത്രമായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. കാരണം മെറ്റലോയിഡ്സ് എന്നുള്ള ഒരു കൺസെപ്റ്റ് അന്നുണ്ടായിരുന്നില്ല. ഇന്നത്തെ പീരിയോഡിക് ടേബിൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ബോറോൺ, സിലിക്കൺ, ജെർമേനിയം, ആഴ്സനിക്, ആൻറ്റിമണി, ടെലൂറിയം ഇതെല്ലാം മെറ്റലോയിഡ്സ് ആണ്. അതായത് മെറ്റലോയിഡ്സിന് മെറ്റൽസിൻ്റെയും നോൺ മെറ്റൽസിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. എന്നാൽ അന്ന് മെറ്റലോയിഡ്സ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ലവോസിയർ എലമെൻസിനെ മെറ്റൽസും നോൺ മെറ്റൽസും മാത്രമായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. ഇത് വളരെ ഒരു വേഗമായിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. അതുകൊണ്ട് മെനി സയൻറ്റിസ്റ്റ് ആൻഡ് കെമിസ്റ്റ് വെന്റ് എ സ്റ്റെപ്പ് ഫർദർ ടു ഫൈൻഡ് എ മോർ സൊഫിസ്റ്റിക്കേറ്റഡ് സിസ്റ്റം ഓഫ് ക്ലാസിഫൈയിങ് ദി എലമെൻറ്റ്സ്. നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നീട് വന്നത് ഡൊബറൈനേഴ്സ് ട്രയാഡ്സ് ആയിരുന്നു. ഡൊബറൈനർ എലമെൻസിനെ 3 എലമെൻറ്റ്സ് വീതമുള്ള ഗ്രൂപ്പ്സ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തത്. അതായത് സിമിലർ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന എലമെൻസിനെ അറേഞ്ച് ചെയ്തത് 3 എലമെൻറ്റ്സ് വീതമുള്ള ഗ്രൂപ്പ്സ് ആയിട്ടാണ്. ഓരോ ഗ്രൂപ്പിലും 3 എലമെൻറ്റ്സ് വീതമുള്ളത് കൊണ്ട് അദ്ദേഹം അവയെ ട്രയാഡ്സ് എന്ന് നെയിം ചെയ്തു. ട്രയാഡ്സിലുള്ള മെമ്പേഴ്സ് ചില ഇൻട്രസ്റ്റിംഗ് പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്. നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ട്രയാഡ്സിലുള്ള മെമ്പേഴ്സിനെ അവയുടെ ആറ്റോമിക് മാസസിൻ്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോൾ മിഡിലിൽ വരുന്ന എലമെൻറ്റിൻ്റെ ആറ്റോമിക് മാസ് മറ്റ് 2 എലമെൻറ്റ്സിൻ്റെയും ആറ്റോമിക് മാസസിൻ്റെ ആവറേജ് ആയിരിക്കും. അതായത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഇത് ഡൊബറൈനറുടെ ഒരു ട്രയാഡായിരുന്നു.
ലിഥിയത്തിന്റെ ആറ്റോമിക് മാസ് 7 ആണ്, സോഡിയത്തിൻ്റെത് 23, പൊട്ടാസ്യത്തിൻ്റെത് 39. സോ ഈ എലമെന്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അവയുടെ ആറ്റോമിക് മാസസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ്. ഇങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ മിഡിലിൽ വരുന്ന എലമെന്റിന്റെ ആറ്റോമിക് മാസ്, അതായത് സോഡിയത്തിന്റെ ആറ്റോമിക് മാസ്, മറ്റ് രണ്ട് എലമെന്റ്സിന്റെയും, അതായത് ലിഥിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും ആറ്റോമിക് മാസസിന്റെ ആവറേജ് ആയിരിക്കും. നമുക്ക് നോക്കാം. ലിഥിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും ആറ്റോമിക് മാസസ് 7ഉം 39ഉം ആണ്. ഇവയുടെ ആവറേജ് 23 ആണ്. നമുക്കറിയാം സോഡിയത്തിന്റെ ആക്ച്വൽ ആറ്റോമിക് മാസും 23 ആണ്. സോ ഇതാണ് ഡൊബ്രൈനേഴ്സ് ലോ ഓഫ് ട്രയാഡ്സ്. അതായത് ട്രയാഡ്സിലുള്ള മെമ്പേഴ്സിനെ അവയുടെ ആറ്റോമിക് മാസസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോൾ മിഡിലിൽ വരുന്ന എലമെന്റിന്റെ ആറ്റോമിക് മാസ് മറ്റ് രണ്ട് എലമെന്റ്സിന്റെയും ആറ്റോമിക് മാസസിന്റെ ആവറേജ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് പ്രോപ്പർട്ടീസ് നോക്കാം. ലിഥിയം ഹാർഡ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്, എന്നാൽ പൊട്ടാസ്യം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്. എന്നാൽ സോഡിയത്തിന്റെ സോഫ്റ്റ്നെസ് ലിഥിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും പ്രോപ്പർട്ടീസിന് മിഡിലാണ്. അതായത് സോഡിയം അധികം ഹാർഡ് ആയിട്ടുള്ള എലമെന്റും അല്ല, അധികം സോഫ്റ്റ് ആയിട്ടുള്ള എലമെന്റും അല്ല. അപ്പോൾ നമുക്ക് നോക്കാം. ഡൊബ്രൈനർ arranged elements with similar properties in several groups. These groups had 3 elements each, so he called them as triads. Members of the triads showed some interesting characteristics. Let's have a look at those. When they were arranged in the increasing order of their atomic masses, the atomic mass of the middle element was the arithmetic mean of the other two. Let's see an example. Lithium, sodium, potassium. This is an example of Dobrainer's triads. The atomic mass of lithium and potassium are 7 and 39. So according to Dobreiner, the atomic mass of the middle element, which is sodium, should be the average of 7 and 39. The average of 7 and 39 is 23. And the actual atomic mass of sodium is also 23. So this is Dobrainer's law of triads. Now let's see the properties. Properties of sodium can be said to be in between the properties of lithium and potassium. For example, lithium is hard and potassium is very soft, whereas sodium has a softness that is in between these two extremes. ഡൊബ്രൈനറുടെ വേറൊരു ട്രയാഡ് ആയിരുന്നു കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം. ഈ എലമെന്റ്സിനെ അവയുടെ ആറ്റോമിക് മാസസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോൾ മിഡിൽ വരുന്ന എലമെന്റ് സ്ട്രോൺഷ്യം ആണ്. സോ അക്കോർഡിംഗ് ടു ഡൊബ്രൈനർ, the atomic mass of strontium should be the average of 40 and 137, which is 88.5. And this value is close to the actual atomic mass of strontium, that is 88. ഇനി വേറൊരു എക്സാമ്പിൾ ആയിരുന്നു ക്ലോറിൻ, ബ്രോമിൻ ആൻഡ് അയഡിൻ. സോ ഇവയും ആറ്റോമിക് മാസസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോൾ ബ്രോമിൻ ആണ് മിഡിൽ വരുന്നത്. സോ ബ്രോമിന്റെ ആറ്റോമിക് മാസ് മറ്റ് രണ്ട് എലമെന്റ്സിന്റെയും ആറ്റോമിക് മാസസിന്റെ ആവറേജ് ആയിരിക്കണം. സോ 35.5ന്റെയും 127ന്റെയും ആവറേജ് 81.25 ആണ്. ഈ വാല്യൂ ബ്രോമിന്റെ ആക്ച്വൽ ആറ്റോമിക് മാസിനോട് ക്ലോസ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്. ബ്രോമിന്റെ ആക്ച്വൽ ആറ്റോമിക് മാസ് 80 ആണ്. ഇനി പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ ക്ലോറിൻ ഒരു ഗ്യാസ് ആണ്, അയഡിൻ ഒരു സോളിഡ് ആണ്, എന്നാൽ ബ്രോമിൻ ഒരു ലിക്വിഡ് ആണ്. അതായത് മിഡിൽ എലമെന്റിന്റെ പ്രോപ്പർട്ടീസ് മറ്റ് രണ്ട് എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസിന്റെ മിഡിലായിരിക്കും. സോ നൗ ലെറ്റ്സ് സീ. Next example of Dobrainer's triads is calcium, strontium and barium. When they are arranged in order of their atomic masses, calcium comes first, followed by strontium and then barium. The atomic masses of calcium, strontium and barium are 40, 88 and 137. So according to Dobreiner, the atomic mass of strontium, the middle element, should have an atomic mass which is the average of atomic masses of calcium and barium. The average of 40 and 137 is 88.5, and this value 88.5 is close to the actual atomic mass of strontium, which is 88. And another example is chlorine, bromine and iodine. When they are arranged in the increasing order of their atomic masses, bromine forms the middle element. According to Dobreiner, the atomic mass of bromine should be the average of 35.5 and 127. The average of 35.5 and 127 is 81.25, and this value is close to the actual atomic mass of bromine, and that is 80. Now let's see the properties. Chlorine is a gas, iodine is a solid, while bromine is a liquid.
So the properties of the middle element is also in between the properties of other two elements. പിന്നീട് വന്നത് ന്യൂലാൻഡ്സിന്റെ ലോ ഓഫ് ഒക്ടേവ്സ് ആണ്. ന്യൂലാൻഡ്സും എലമെന്റ്സിനെ അവയുടെ ആറ്റോമിക് മാസസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തത്. അദ്ദേഹം സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ള എലമെന്റ്സിനെ സെയിം ഗ്രൂപ്പിലാണ് അറേഞ്ച് ചെയ്തത്. ഇങ്ങനെ അറേഞ്ച് ചെയ്തപ്പോൾ ഓരോ എട്ടാമത്തെ എലമെന്റും ഫസ്റ്റ് എലമെന്റിനോട് സിമിലാരിറ്റി കാണിക്കുന്നതായി കണ്ടു. അതായത് നമ്മൾ കൗണ്ട് ചെയ്ത് തുടങ്ങുമ്പോൾ ഇപ്പം നമ്മൾ ഏത് എലമെന്റിൽ നിന്നാണോ കൗണ്ട് ചെയ്യുന്നത് ആ എലമെന്റ് തൊട്ട് എട്ടാമത് വരുന്ന എലമെന്റ് ആ എലമെന്റും എട്ടാമത് വരുന്ന എലമെന്റും പ്രോപ്പർട്ടീസിൽ സിമിലർ ആയിരിക്കും. അതായത് നമുക്ക് നോക്കാം, ഹൈഡ്രജൻ തൊട്ടാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നതെങ്കിൽ ഹൈഡ്രജൻ കഴിഞ്ഞാൽ ലിഥിയം, ഗാലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ. ഫ്ലൂറിനാണ് എട്ടാമത് വരുന്നത്. അപ്പോൾ ഹൈഡ്രജന്റെ പ്രോപ്പർട്ടീസും ഫ്ലൂറിന്റെ പ്രോപ്പർട്ടീസും സിമിലർ ആയിരിക്കും. ഇനി നമ്മൾ ലിഥിയം തൊട്ടാണ് കൗണ്ട് ചെയ്യുന്നതെങ്കിൽ ലിഥിയം കഴിഞ്ഞാൽ ഗാലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, ദെൻ സോഡിയം. സോഡിയമാണ് എട്ടാമത് വരുന്നത്. അപ്പോൾ ലിഥിയത്തിന്റെ പ്രോപ്പർട്ടീസും സോഡിയത്തിന്റെ പ്രോപ്പർട്ടീസും സിമിലർ ആയിരിക്കും. അങ്ങനെ നമ്മൾ ഏത് എലമെന്റിൽ നിന്നാണോ കൗണ്ട് ചെയ്യുന്നത് ആ എലമെന്റ് തൊട്ട് എട്ടാമത് വരുന്ന എലമെന്റ് അപ്പോൾ എട്ടാമത് വരുന്ന എലമെന്റും നമ്മൾ കൗണ്ട് ചെയ്ത് തുടങ്ങിയ എലമെന്റും ഒന്നാമത്തെ എലമെന്റും തമ്മിൽ പ്രോപ്പർട്ടീസിൽ സിമിലർ ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം, when the elements are arranged in increasing order of their atomic masses, every eighth element beginning from any element has properties similar to that of the first element. Now, if you are counting from hydrogen, hydrogen is the first element. Then lithium, gallium, boron, carbon, nitrogen, oxygen and fluorine. Fluorine is the eighth element. Then properties of hydrogen and fluorine are similar. Now, if you are counting from lithium, then the eighth element is sodium. So lithium and sodium are similar. Once again, when the elements are arranged in increasing order of their atomic masses, every eighth element beginning from any element has properties similar to that of the first element. This is Newland's law of octaves. ന്യൂലാൻഡ്സ് ഈ പ്രോപ്പർട്ടിയെ, അതായത് ഓരോ എട്ടാമത്തെ എലമെന്റും ഫസ്റ്റ് എലമെന്റിനോട് കാണിക്കുന്ന സിമിലാരിറ്റിയെ മ്യൂസിക്കിലെ നോട്ട്സിനോടാണ് കമ്പയർ ചെയ്തത്. അതായത് മ്യൂസിക്കിൽ നമുക്കറിയാം ഓരോ എട്ടാമത്തെ നോട്ടും ഫസ്റ്റ് നോട്ടിനോട് സെയിം ആണ്, ഫസ്റ്റ് നോട്ടിനോട് സിമിലർ ആണ്. സോ ന്യൂലാൻഡ്സ് ഓരോ എട്ടാമത്തെ എലമെന്റും ഫസ്റ്റ് എലമെന്റിനോട് കാണിക്കുന്ന സിമിലാരിറ്റിയെ മ്യൂസിക്കിലെ നോട്ട്സിനോടാണ് കമ്പയർ ചെയ്തത്. He likened the similarity in the properties of every eighth element to the notes of music. In music, every eighth note is same as the first note. Next, Newland's law of octaves ന്റെ significance നോക്കാം. He put forward the concept of arranging elements having similar properties in columns or groups. അതായത് സിമിലർ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന എലമെന്റ്സിനെ കോളംസ് അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് ആയിട്ട് ആദ്യം അറേഞ്ച് ചെയ്തത് ന്യൂലാൻഡ് ആണ്. The concept of periodicity came initially. Periodicity എന്നുള്ള കൺസെപ്റ്റ് ആദ്യം വന്നത് ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സിലാണ്. അതായത് periodicityയുടെ ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ it is defined as the regular periodic variations of properties of elements with atomic number or atomic mass. അതായത് ന്യൂലാൻഡ്സിന്റെ ലോ ഓഫ് ഒക്ടേവ്സിൽ നമ്മൾ എലമെന്റ്സിനെ കൗണ്ട് ചെയ്ത് എട്ടാമത്തെ എലമെന്റ് എത്തുമ്പോൾ ഓരോ എട്ടാമത് വരുന്ന എലമെന്റും ഫസ്റ്റ് എലമെന്റിന്റെ പ്രോപ്പർട്ടീസിനോട് സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. അതായത് പ്രോപ്പർട്ടീസിലുള്ള സിമിലാരിറ്റി അവിടെ ഒരു റെഗുലർ പീരീഡിൽ റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതാണ് periodicity എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് the trend of recurrence of properties or repetition of properties at regular intervals. ഇതാണ് periodicity. അപ്പോൾ periodicity എന്നുള്ള കൺസെപ്റ്റ് ആദ്യം വന്നത് ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സിലാണ്. നെക്സ്റ്റ്, limitations of Newland's law of octaves. This law was applicable only up to calcium. After calcium, every eighth element did not have properties similar to that of the first. അതായത് കാൽസ്യം വരെയുള്ള എലമെന്റ്സ് മാത്രമേ ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ് ഫോളോ ചെയ്യുന്നുള്ളൂ. കാൽസ്യത്തിന് ശേഷം ഓരോ എട്ടാമത്തെ എലമെന്റും ഫസ്റ്റ് എലമെന്റിന്റെ പ്രോപ്പർട്ടീസിനോട് സിമിലാരിറ്റി കാണിക്കുന്നില്ല. കാൽസ്യത്തിന് ശേഷം വരുന്ന എലമെന്റ്സ് ഒന്നും ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ് ഫോളോ ചെയ്യുന്നു. ഇത് ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സിന്റെ ഒരു ലിമിറ്റേഷൻ ആണ്. നെക്സ്റ്റ് വൺ, ന്യൂലാൻഡ് adjusted two elements in the same slot. As you can see that elements cobalt and nickel were placed in the same slot in first group, fourth row.
That is, in first group fourth row, cobalt and nickel were placed together in the same slot. So this is also a limitation of Newland's law of octaves. അതായത് ന്യൂലാൻഡ് രണ്ട് എലമെൻസിനെ ഒരേ സ്ലോട്ടിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഫസ്റ്റ് ഗ്രൂപ്പ് ഫോർത്ത് റോ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പ് ഫോർത്ത് റോയിൽ കൊബാൾട്ടിനെയും നിക്കലിനെയും ഒരുമിച്ച് പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ ഇത് ന്യൂലാൻഡ് ലോ ഓഫ് ഒക്ടേവ്സിൻ്റെ വേറൊരു ലിമിറ്റേഷനാണ്. Next, Newland put elements with different properties in the same column. For example, the properties of fluorine and chlorine do not match with the properties of cobalt and nickel, but they were placed in the same column. Similarly, iron was placed with oxygen and sulfur, though the properties of iron are very different from these elements. അതായത് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഉള്ള എലമെൻസിനെ ഒരേ കോളത്തിൽ അദ്ദേഹം പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ ഫ്ലൂറിൻ്റെയും ക്ലോറിൻ്റെയും പ്രോപ്പർട്ടീസ് കൊബാൾട്ടിൻ്റെയും നിക്കലിൻ്റെയും പ്രോപ്പർട്ടീസിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഈ എലമെൻസിനെല്ലാം ഒരേ കോളത്തിലാണ് അദ്ദേഹം പ്ലേസ് ചെയ്തിട്ടുള്ളത്. സോ ഇത് ഒരു ലിമിറ്റേഷനാണ്. അതുപോലെ തന്നെ അയണിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ അയണിൻ്റെ പ്രോപ്പർട്ടീസ് ഓക്സിജൻ്റെയും സൾഫറിൻ്റെയും പ്രോപ്പർട്ടീസിൽ നിന്നും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഈ എലമെൻസിനെയെല്ലാം അദ്ദേഹം സെയിം ഗ്രൂപ്പിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. സോ ഇതാണ് Newland's law of octaves വേറൊരു ലിമിറ്റേഷൻ. Now let's see once again. This law was applicable only up to calcium, and Newland adjusted two elements in the same slot. The next one, Newland put elements with different properties in the same column. Next contribution was from Lothar Meyer. Meyer was one of the pioneers in developing the first periodic table of elements. He discovered the periodic law independently of Dmitry Mendeleev at about the same time. So Lothar Meyer and Mendeleev developed an almost similar periodic table independently at about the same time. But unfortunately, Meyer's work wasn't published until 1870, and in 1869, Mendeleev's periodic table had been published. So Meyer had to admit that Mendeleev had published his version first. However, he contributed to the development of the periodic table in another way. He plotted a graph between atomic weight and atomic volume, and he found out that elements with similar properties occupied the similar positions on the graph. അതായത് ഡിമിട്രി മെൻഡലീവ്സും ലോതർ മേയറും ഏകദേശം ഒരേ സമയത്ത് തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള പീരിയോഡിക് ടേബിൾ ഡെവലപ്പ് ചെയ്തു. പക്ഷേ മേയറുടെ വർക്ക് പബ്ലിഷ് ചെയ്യപ്പെട്ടത് 1870-ലാണ്. എന്നാൽ ഡിമിട്രി മെൻഡലീവ്സിൻ്റെ വർക്ക് പബ്ലിഷ് ചെയ്യപ്പെട്ടത് 1869-ലാണ്. അതായത് ആദ്യം പബ്ലിഷ് ചെയ്യപ്പെട്ടത് ഡിമിട്രി മെൻഡലീവ്സിൻ്റെ വർക്കാണ്. അതുകൊണ്ട് ഈ പീരിയോഡിക് ടേബിൾ മെൻഡലീവ്സിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. എന്നാൽ ലോതർ മേയറുടെ എടുത്തു പറയേണ്ട ഒരു കോൺട്രിബ്യൂഷനാണ് അദ്ദേഹത്തിൻ്റെ ആറ്റോമിക് വോള്യൂം കർവ്. അതായത് അദ്ദേഹം ആറ്റോമിക് വെയ്റ്റും ആറ്റോമിക് വോള്യൂം തമ്മിലുള്ള ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്തപ്പോൾ സിമിലർ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന എലമെൻറ്റ്സ് എല്ലാം ആ ഗ്രാഫിലെ സിമിലർ പൊസിഷൻസിലാണ് ഒക്യുപ്പൈ ചെയ്യുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ എടുത്തു പറയേണ്ട ഒരു കോൺട്രിബ്യൂഷനാണ്. എന്തിന്? പീരിയോഡിക് ടേബിളിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ എടുത്തു പറയേണ്ട ഒരു കോൺട്രിബ്യൂഷനാണ് ലോതർ മേയറുടെ ആറ്റോമിക് വോള്യൂം കർവ്. Now let's see Lothar Meyer's atomic volume curve in detail. So in this curve, atomic volumes of different elements were plotted against their atomic masses. And the interesting property is that elements with similar properties occupy the similar positions on this graph. Now let's see one by one. Strong electropositive elements like sodium, potassium, rubidium, etc. they occupy the top positions on the graph. So these are the top positions on this graph, and here we can see that sodium, potassium, rubidium they occupy the top positions on the graph. And the second point, second group elements beryllium, magnesium, calcium, strontium, etc. occupy positions on the descending parts of the graph. So these are the descending parts of the graph. So this is the first descending part. Descending means decreasing. So this is the first descending part, and this is the second descending part, and this is the third one, and this is the fourth one. And here on the first descending part we can see beryllium, and magnesium occupies on the second descending part, and calcium occupies on the third descending part, and strontium occupies on the fourth descending part. So second group elements beryllium, magnesium, calcium, strontium, they occupy positions on the descending parts of the graph.
And the next point, inert gases except helium and halogens occupy positions on the ascending parts of the graph. Now let's see. Let's consider this as a first ascending part. Ascending means increasing. So on the first ascending part we can see fluorine and neon, and argon and chlorine occupies on the second ascending part, and bromine and krypton occupies on the third ascending part. So inert gases except helium and halogens occupy positions on the ascending parts of the graph. And the next point, transition elements are present at the bottom parts of the curve. So here we can see chromium, manganese, cobalt, nickel, etc. occupy bottom parts of the curve. നമുക്ക് നോക്കാം ലോദർമെയറുടെ ആറ്റോമിക് വോള്യൂം കർവിലെ സ്ട്രോങ് ഇലക്ട്രോപോസിറ്റീവ് എലമെന്റ്സ് ആയ സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം ഇവ ഓക്യുപ്പൈ ചെയ്യുന്നത് ഗ്രാഫിന്റെ ടോപ്പ് പൊസിഷൻസിലാണ്. നമുക്ക് കാണാം ഇതാണ് ടോപ്പ് പൊസിഷൻസ്. ഇവിടെ സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം ഇവ ഓക്യുപ്പൈ ചെയ്യുന്നത് ടോപ്പ് പൊസിഷൻസിലാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സ് ആയ ബെറിലിയം, മഗ്നീഷ്യം, കാൽസ്യം ഇവ ഓക്യുപ്പൈ ചെയ്യുന്നത് ഗ്രാഫിന്റെ ഡിസെൻഡിങ് പാർട്ടിലാണ്. ഡിസെൻഡിങ് മീൻസ് ഡിക്രീസിങ്. സോ ഇതാണ് ഫസ്റ്റ് ഡിസെൻഡിങ് പാർട്ട്. ഇവിടെ ബെറിലിയം ഓക്യുപ്പൈ ചെയ്യുന്നത് ഫസ്റ്റ് ഡിസെൻഡിങ് പാർട്ടിലാണ്. അതുപോലെ സെക്കൻഡ് ഡിസെൻഡിങ് പാർട്ടിൽ നമുക്ക് മഗ്നീഷ്യത്തിനെ കാണാം. അതുപോലെ കാൽസ്യം ഓക്യുപ്പൈ ചെയ്യുന്നത് തേർഡ് ഡിസെൻഡിങ് പാർട്ടിലാണ്. അതുപോലെ സ്ട്രോൺഷ്യം ഉള്ളത് ഫോർത്ത് ഡിസെൻഡിങ് പാർട്ടിലാണ്. സോ സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സ് ഓക്യുപ്പൈ ചെയ്യുന്നത് ഈ ഗ്രാഫിന്റെ ഡിസെൻഡിങ് പാർട്സിലാണ്. ഇനി അടുത്ത പോയിന്റ്, ഹീലിയം ഒഴിച്ചുള്ള ഇനേർട്ട് ഗ്യാസസും ഹാലോജൻസും ഓക്യുപ്പൈ ചെയ്യുന്നത് ഈ ഗ്രാഫിന്റെ അസെൻഡിങ് പാർട്സിലാണ്. നമുക്ക് ഇത് അസെൻഡിങ് മീൻസ് ഇൻക്രീസിങ്. നമുക്കിത് ഫസ്റ്റ് അസെൻഡിങ് പാർട്ടായിട്ട് കൺസിഡർ ചെയ്യാം. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്ലൂറിനും നിയോണും ഓക്യുപ്പൈ ചെയ്യുന്നത് ഈ അസെൻഡിങ് പാർട്ടിലാണ്. അതുപോലെ ക്ലോറിനും ആർഗണും ഓക്യുപ്പൈ ചെയ്യുന്നത് സെക്കൻഡ് അസെൻഡിങ് പാർട്ടിലാണ്. അതുപോലെ ബ്രോമിനും ക്രിപ്റ്റോണും ഓക്യുപ്പൈ ചെയ്യുന്നത് ഈ അസെൻഡിങ് പാർട്ടിലാണ്. സോ ഹീലിയം ഒഴിച്ചുള്ള ഇനേർട്ട് ഗ്യാസസും ഹാലജൻസും ഓക്യുപ്പൈ ചെയ്യുന്നത് ഈ ഗ്രാഫിന്റെ അസെൻഡിങ് പാർട്സിലാണ്. ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. ഇവിടെ ട്രാൻസിഷൻ എലമെന്റ്സ് ഈ കർവിൽ ഓക്യുപ്പൈ ചെയ്യുന്നത് ഈ കർവിന്റെ ബോട്ടം പാർട്സിലാണ്. അതായത് ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ക്രോമിയം, മാംഗനീസ്, കൊബാൾട്ട്, നിക്കൽ ഇവയെല്ലാം ഓക്യുപ്പൈ ചെയ്യുന്നത്, ഇവയെല്ലാം ട്രാൻസിഷൻ എലമെന്റ്സ് ആണ് അല്ലെ. ഇവയെല്ലാം ഓക്യുപ്പൈ ചെയ്യുന്നത് ഈ കർവിന്റെ ബോട്ടം പാർട്സിലാണ്. Next contribution was by Mendeleev. He was the first chemist who made a significant contribution in the formation of the periodic table. When he started his work, only 63 elements were known, and he arranged these elements in the increasing order of their atomic masses in such a way that the elements with similar properties were placed in the same vertical columns called groups. സോ മെൻഡലീവ്സിന്റെ പീരിയോഡിക് ടേബിളിൽ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അവയുടെ ആറ്റോമിക് മാസസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ്. ഇങ്ങനെ അറേഞ്ച് ചെയ്തപ്പോൾ സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ള എലമെന്റ്സിനെ അദ്ദേഹം സെയിം വെർട്ടിക്കൽ കോളംസിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. So Mendeleev's periodic table is a chart of elements prepared in such a way that the elements having similar properties were placed in the vertical columns called groups. Next, Mendeleev's periodic law. Mendeleev's periodic law states that the properties of elements are the periodic function of their atomic masses. It means that when the elements are arranged in order of increasing atomic masses, the elements with similar properties recur after regular intervals. അതായത് എലമെന്റ്സിനെ അവയുടെ അറ്റോമിക് മാസസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോൾ സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ള എലമെന്റ്സ് ഒരു റെഗുലർ പീരീഡ് കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുന്നു. ഇതാണ് മെൻഡലീവ്സിന്റെ പീരിയോഡിക് ലോ. ദിസ് ഈസ് മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ. നൗ ലെറ്റ്സ് സീ ദ സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ. Mendeleev arranged the elements in the order of increasing atomic masses, where elements with similar properties were placed in vertical columns called groups. അതായത് മെൻഡലീവ്സ് അദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിളിൽ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തത് അവയുടെ ആറ്റോമിക് മാസസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ്. ഇങ്ങനെ അറേഞ്ച് ചെയ്തപ്പോൾ സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ള എലമെന്റ്സിനെ അദ്ദേഹം സെയിം വെർട്ടിക്കൽ കോളംസിലാണ് അറേഞ്ച് ചെയ്തത്. ഹൊറിസോണ്ടൽ റോസ് were called periods. ഈ പീരിയോഡിക് ടേബിളിലുള്ള ഹൊറിസോണ്ടൽ റോസിനെ പീരീഡ്സ് എന്നാണ് നെയിം ചെയ്തത്. ആൻഡ് ദിസ് പീരിയോഡിക് ടേബിൾ കണ്ടെയ്ൻസ് 8 ഗ്രൂപ്പ്സ് ആൻഡ് 7 പീരീഡ്സ്. 8 ഗ്രൂപ്പ്സും 7 പീരീഡ്സും ഉണ്ട്. ഇതിൽ 7th പീരീഡ് ഇൻകംപ്ലീറ്റ് ആണ്.
Groups 1 and 7 are subdivided into A and B subgroups. Group 8 consists of 9 elements, 3 elements each in horizontal rows 4, 5 and 6. അതായത് ഈ പീരിയോഡിക് ടേബിളിലുള്ള ഗ്രൂപ്പ്സിനെ 1 തൊട്ട് 7 വരെയുള്ള ഗ്രൂപ്പ്സിനെ വീണ്ടും സബ്ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എ ആൻഡ് ബി സബ് ഗ്രൂപ്പ്സ് ആക്കിയിട്ട് വീണ്ടും സബ്ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ എട്ടാമത്തെ ഗ്രൂപ്പിൽ 9 എലമെന്റ്സ് ആണുള്ളത്. ഈ എലമെന്റ്സ് ഒക്യുപ്പൈ ചെയ്യുന്നത് 4, 5 ആൻഡ് 6 പീരീഡ്സിലാണ്. അതായത് ഓരോ പീരീഡിലും 3 എലമെന്റ്സ് വീതം ആണ് ഈ 9 എലമെന്റ്സ് ഒക്യുപ്പൈ ചെയ്യുന്നത്. Elements in the same group have the same valency and similar properties. ഈ പീരിയോഡിക് ടേബിളിൽ സെയിം ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ്സിന് സെയിം വാലൻസിയുമാണ്, അതുപോലെ തന്നെ അവർക്ക് സിമിലർ പ്രോപ്പർട്ടീസുമാണ്. നെക്സ്റ്റ് ലെറ്റ്സ് സീ അച്ചീവ്മെന്റ്സ് ഓഫ് Mendeleev's periodic table. First one, prediction of the existence of the elements not known at that time. He had to leave some blank spaces in order to group all the elements with similar properties in the same column. Actually, Mendeleev gave more importance to the chemical properties of the elements, and he said that elements with similar chemical properties should be placed in the same group even if some gaps have to be left. And he actually left some gaps for undiscovered elements like gallium, scandium and germanium. And he could even predicted the properties of these undiscovered elements. അതായത് മെന്റലീവിന് അന്ന് വരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത എലമെന്റ്സിന്റെ എക്സിസ്റ്റൻസ് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. എലമെന്റ്സിനെ അവയുടെ അറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ് മെന്റലീവ് അദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിളിൽ അറേഞ്ച് ചെയ്തത്. ഇങ്ങനെ അറേഞ്ച് ചെയ്തപ്പോൾ സിമിലർ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന എലമെന്റ്സിനെ എല്ലാം സെയിം ഗ്രൂപ്പിലാണ് അദ്ദേഹം പ്ലേസ് ചെയ്തത്. ഇങ്ങനെ പ്ലേസ് ചെയ്തപ്പോൾ ചില പ്ലേസസിലെല്ലാം ഗ്യാപ്സ് വന്നു. ഈ ഗ്യാപ്സ് എല്ലാം അദ്ദേഹം ഒരു കുറവായി കാണാതെ ഈ ഗ്യാപ്സ് എല്ലാം അദ്ദേഹം അന്ന് വരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത പുതിയ എലമെന്റ്സിന് വേണ്ടിയിട്ട് അദ്ദേഹം ലീവ് ചെയ്തു. അതുപോലെ തന്നെ ഈ എലമെന്റ്സിന്റെ അതായത് ഈ അൺഡിസ്കവേർഡ് എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് പ്രെഡിക്റ്റ് ചെയ്യാൻ കൂടെ അദ്ദേഹത്തിന് സാധിച്ചു. സോ ദിസ് ഈസ് വൺ ഓഫ് ഹിസ് അച്ചീവ്മെന്റ്സ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ, placing elements with similar chemical properties in the same group irrespective of atomic mass. We know that in his periodic table, Mendeleev arranged elements in order of increasing atomic masses. But in some places, he reversed this order in order to place elements with similar properties in the same group. അതായത്, for example, iodine has a lower atomic mass than tellurium. So, iodine should be placed before tellurium. However, iodine has similar chemical properties to chlorine and bromine. So, to place iodine along with chlorine and bromine, he swapped the positions of iodine and tellurium. And he placed iodine after tellurium. അതായത് എലമെന്റ്സിനെ അവയുടെ അറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ് മെന്റലീവ് അറേഞ്ച് ചെയ്തത്. പക്ഷെ ഇങ്ങനെ അറേഞ്ച് ചെയ്തപ്പോൾ ചില പൊസിഷനിൽ അദ്ദേഹം ഈ ഓർഡർ സ്വാപ്പ് ചെയ്തു. അതായത് കൂടുതൽ ആറ്റോമിക് മാസ് ഉള്ള എലമെന്റ്സിനെ കുറവ് ആറ്റോമിക് മാസ് ഉള്ള എലമെന്റ്സിന്റെ മുമ്പ് ചില സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് പ്ലേസ് ചെയ്യേണ്ടി വന്നു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അയഡിന്റെ ആറ്റോമിക് മാസ് ടെലൂറിയത്തിനേക്കാളും കുറവാണ്. അതുകൊണ്ട് ടെലൂറിയത്തിന് മുമ്പാണ് അയഡിനെ പ്ലേസ് ചെയ്യേണ്ടത്. പക്ഷേ അയഡിൻ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ സിമിലാരിറ്റി കാണിക്കുന്നത് ക്ലോറിനോടും ബ്രോമിനോടുമാണ്. സോ ക്ലോറിന്റെയും ബ്രോമിന്റെയും ഒപ്പം സെയിം ഗ്രൂപ്പിൽ അയഡിനെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് അയഡിനെ ടെലൂറിയത്തിന് ശേഷം പ്ലേസ് ചെയ്യേണ്ടി വന്നു. സോ അതുകൊണ്ട് ഇവിടെ ആറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡർ സ്വാപ്പ് ചെയ്തു. Next one, correction of atomic masses of some elements on the basis of similar chemical properties. Mendeleev corrected atomic masses of certain elements on the basis of the position and their chemical properties. The atomic mass of beryllium was considered to be 13.5 at that time. According to this atomic mass, it should have been placed between carbon and nitrogen. But the chemical properties of beryllium indicated that it should be placed in group 2A along with magnesium. On this basis, Mendeleev predicted that atomic mass of beryllium should be 9 and not 13.5. And he was later proved to be correct. അതായത് ചില എലമെന്റ്സിന്റെ ആറ്റോമിക് മാസസ് കറക്റ്റ് ചെയ്യാനായിട്ട് മെന്റലീവിന് സാധിച്ചു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബെറിലിയത്തിന്റെ ആറ്റോമിക് മാസ് അന്ന് 13.5 ആയിട്ടാണ് കൺസിഡർ ചെയ്യപ്പെട്ടിരുന്നത്. പക്ഷേ ബെറിലിയം കെമിക്കൽ പ്രോപ്പർട്ടീസിൽ സിമിലാരിറ്റി കാണിക്കുന്നത് ഗ്രൂപ്പ് 2 എലമെന്റ്സിനോടാണ്. അതായത് പക്ഷേ ബെറിലിയത്തിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് കാണിക്കുന്നത് ബെറിലിയം ഗ്രൂപ്പ് 2A മെഗ്നീഷ്യത്തിനോടൊപ്പം പ്ലേസ് ചെയ്യപ്പെടണമെന്നാണ്.
കാരണം ബെറിലിയം കെമിക്കൽ പ്രോപ്പർട്ടീസിൽ സിമിലാരിറ്റി കാണിക്കുന്നത് ഗ്രൂപ്പ് 2 എലമെന്റ്സിനോടാണ്. സോ ഇത് വെച്ചിട്ട് ഇതിന്റെ ബേസിസിൽ മെൻഡലീവ് പ്രിഡിക്റ്റ് ചെയ്തു ബെറിലിയത്തിന്റെ ആറ്റോമിക് മാസ് 9 ആണ് ആവേണ്ടത്, 13.5 അല്ലാന്ന്. അദ്ദേഹത്തിന്റെ ഈ നിഗമനം ശരിയാണെന്ന് പിന്നീട് തെളിഞ്ഞു. നെക്സ്റ്റ് വൺ, Mendeleev's periodic table could accommodate noble gases which were discovered only in the 20th century. Noble gases like helium, neon and argon are discovered very recently because they are very inert and they are also present in very small amounts in atmosphere. But when they are actually discovered, they can be easily placed in a separate group without disturbing the arrangement of other elements. അതായത് മെൻഡലീവ്സിന്റെ പീരിയോഡിക് ടേബിളിൽ നോബിൾ ഗ്യാസസിനെ ഈസി ആയിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ സാധിച്ചു. അതായത് അന്നത്തെ സമയത്ത് മെൻഡലീവ് പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയ സമയത്ത് നോബിൾ ഗ്യാസസ് ഒന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം ഈ നോബിൾ ഗ്യാസസ് എല്ലാം വെരി ഇനേർട്ടാണ്, അവരധികം റിയാക്റ്റീവ് അല്ല, അതുപോലെ തന്നെ വെരി സ്മോൾ എമൗണ്ടിൽ മാത്രമേ അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്നുള്ളൂ. എന്നാൽ 20th സെഞ്ച്വറിയിൽ ഇവ ഡിസ്കവർ ചെയ്യപ്പെട്ടപ്പോൾ മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിളിൽ ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പായിട്ട് ഈ നോബിൾ ഗ്യാസസിനെ ഈസി ആയിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ സാധിച്ചു. മറ്റ് എലമെന്റ്സിന്റെ ഒന്നും അറേഞ്ച്മെന്റ്സിനെ ഡിസ്റ്റർബ് ചെയ്യാതെ തന്നെ ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പായിട്ട് ഇവയെ മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിളിൽ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിച്ചു. ദിസ് ഈസ് ഓൾസോ a great achievement. So these are the achievements of Mendeleev's periodic table. Next, let's see limitations of Mendeleev's periodic table. First one, position of hydrogen is not certain. Position of hydrogen in Mendeleev's periodic table is not certain because it can be placed in the first group or in the 7th group as it resembles both with alkali metals of group 1A and halogens of group 7A. അതായത് ഹൈഡ്രജന് സർട്ടനായ ഒരു പൊസിഷൻ മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിളിൽ നൽകിയിരുന്നില്ല. നമുക്കറിയാം ഹൈഡ്രജൻ ഗ്രൂപ്പ് 1 എലമെന്റ്സ് ആയ ആൽക്കലി മെറ്റൽസിനോടും ഗ്രൂപ്പ് 7 എലമെന്റ്സ് ആയ ഹാലജൻസിനോടും സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. സോ ഇതിൽ ഏത് ഗ്രൂപ്പിൽ വേണമെങ്കിലും ഹൈഡ്രജനെ പ്ലേസ് ചെയ്യാം. സോ ഹൈഡ്രജന് സർട്ടൻ ആയിട്ടുള്ള ഒരു പൊസിഷൻ മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിളിൽ നൽകിയിരുന്നില്ല. ഇതൊരു ലിമിറ്റേഷൻ ആണ്. നെക്സ്റ്റ് വൺ, ഐസോടോപ്സ് haven't been given separate places. We know that isotopes have same atomic number but different mass number. Mendeleev's periodic table was based on arranging elements in increasing order of atomic masses. According to his classification, isotopes should be placed at different places depending upon their atomic masses. And we know that hydrogen has 3 different isotopes. So these 3 different isotopes should be placed at 3 different places. But separate places were not given for these isotopes. So this is also a limitation of Mendeleev's periodic table. അതായത് നമുക്കറിയാം ഐസോടോപ്സിന് സെയിം ആറ്റോമിക് നമ്പറും ഡിഫറെൻറ്റ് മാസ് നമ്പറും ആണുള്ളത്. മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിളിന്റെ ബേസിസ് അതിൽ എലമെന്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അവയുടെ ആറ്റോമിക് മാസിന്റെ ഇൻക്രീസിങ് ഓർഡറിലാണ്. So according to this classification, different isotopsന് different positions കൊടുക്കണം. അതുപോലെ നമുക്കറിയാം ഹൈഡ്രജന് 3 isotopes ഉണ്ട്. സോ ഈ 3 isotopsനും 3 different positions അസൈൻ ചെയ്യണം. എന്നാൽ മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിളിൽ ഈ ഐസോടോപ്സിനൊന്നും different positions അസൈൻ ചെയ്തിരുന്നില്ല. സോ ഇതും ഒരു ലിമിറ്റേഷൻ ആണ്. Next one, anomalous pairs of elements. Certain elements of higher atomic mass precede those with lower atomic mass. For example, iodine was placed after tellurium even though the atomic mass of iodine is lower than that of tellurium. We have seen this in achievements of Mendeleev's periodic table. There it was an achievement because he managed to put elements with similar properties in the same group. So to put elements with same properties in the same group, he swapped the order of increasing atomic mass. So there it was an advantage because he managed to put elements with similar properties in the same group. Here the disadvantage is he did not follow the order of increasing atomic mass in some places. For example, iodine was placed after tellurium even though the atomic mass of iodine is lower than that of tellurium. അതായത്
ചില സ്ഥലത്ത് അതായത് അനോമലസ് പെയേഴ്സ് ഓഫ് എലമെന്റ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ കണ്ടു അച്ചീവ്മെന്റ്സിൽ നമ്മൾ ഈ പോയിന്റ്സ് കണ്ടു. അതായത് അയഡിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് ടെലൂറിയത്തിന് ശേഷമാണ്. അയഡിന്റെ ആറ്റോമിക് മാസ് നമുക്കറിയാം ടെലൂറിയത്തിനേക്കാളും കുറവാണ്. സോ മെൻഡലീവിന്റെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് അയഡിനെ പ്ലേസ് ചെയ്യേണ്ടത് ടെലൂറിയത്തിന് ശേഷമാണ്. കാരണം അയഡിന്റെ ആറ്റോമിക് മാസ് ടെലൂറിയത്തിനേക്കാളും കുറവാണ്. എന്നാൽ അദ്ദേഹം ഇത് സ്വാപ്പ് ചെയ്യാനുള്ള കാരണം നമ്മൾ കണ്ടു. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് അല്ലെങ്കിൽ ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത് അദ്ദേഹം എല്ലാ പ്ലേസിലും ഈ ഇൻക്രീസിങ് ആറ്റോമിക് മാസ് എന്നുള്ള ഓർഡർ ഫോളോ ചെയ്തില്ല. സോ അതും ഒരു ലിമിറ്റേഷൻ ആണ്, മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിളിന്റെ ഒരു ലിമിറ്റേഷൻ ആണ്. നെക്സ്റ്റ് വൺ, സെപ്പറേഷൻ ഓഫ് സിമിലർ ബട്ട് ഗ്രൂപ്പിംഗ് ഓഫ് certain dissimilar elements. Certain chemically similar elements like copper and mercury are placed in different groups, while some other dissimilar elements like copper, silver and gold have been placed in the same group. So this is also a limitation of Mendeleev's periodic table. അതായത് ചില സിമിലർ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന എലമെന്റ്സിനെ, ഫോർ എക്സാമ്പിൾ കോപ്പറിനെയും മെർക്കുറിയെയും അദ്ദേഹം ഡിഫറെന്റ് ഗ്രൂപ്പ്സിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ചില ഡിസിമിലർ എലമെന്റ്സിനെ, അതായത് സിമിലർ പ്രോപ്പർട്ടീസ് കാണിക്കാത്ത എലമെന്റ്സ് ആയ കോപ്പർ, സിൽവർ ആൻഡ് ഗോൾഡ്, ഈ എലമെന്റ്സിനെ എല്ലാം അദ്ദേഹം സെയിം ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ ഇതും മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിളിന്റെ ഒരു ലിമിറ്റേഷൻ ആണ്. So these are the limitations of Mendeleev's periodic table. The limitations of Mendeleev's periodic table forced scientists to believe that atomic mass could not be the basis for the classification of elements. So they made several attempts to remove the drawbacks of Mendeleev's periodic table. And finally, in 1913, Henry Moseley observed that atomic number is a more fundamental property for classifying elements. Instead of atomic mass, atomic number is a more fundamental property for classifying elements. And he arranged elements in the order of increasing atomic number in his periodic table. And this periodic table is known as long form of periodic table or modern periodic table. We will see modern periodic table in detail in our next tutorial. So thanks for watching. Bye.